നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ബെന്നി സാറാണ്. അദ്ദേഹം നിരവധി ബിസിനസ്സുകാരുടെ മെന്ററും ബാക്ക് ബോണുമാണ്. കൂടാതെ യൂണിവേഴ്സൽ പവർ ട്രെയിനറുമാണ്. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പം സ്നേഹം അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് കൂടിപ്പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അതിനെക്കുറിച്ച് ഒന്ന് പറയുമോ സർ? സ്നേഹം എന്ന് പറയുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്തൊരു സ്നേഹം, അതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അൺകണ്ടീഷണൽ ലവ്. നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് ഒരാളെ സ്നേഹിക്കുന്നു. അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ അത് പല രീതിയിലുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് കണക്ട് ചെയ്യണമെങ്കിൽ ഭാര്യയിൽ നിന്ന് ഭർത്താവും, ഭർത്താവിൽ നിന്ന് ഭാര്യ ഒന്നും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ശരിക്കും സ്നേഹം കിട്ടണം ശരിക്കും. അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഡീലിങ്സ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ നമ്മളോട് സ്നേഹമില്ല എന്നുള്ള തോന്നൽ വരും. സ്നേഹമുണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട സ്നേഹിക്കുമ്പോൾ കിട്ടും. പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലാണ്ട് വരുമ്പോൾ നമുക്ക് ഇറിറ്റേഷനായി. അപ്പോൾ നമ്മുടെ വൈബ് മാറി. നമ്മുടെ വൈബ് മാറിക്കഴിഞ്ഞാൽ എന്താ പറ്റണമെന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടുന്ന അതിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അതൊരു റോങ് ആയിട്ടുള്ള രീതിയിലോട്ടാവും. ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതിന് അപ്പൊ തിരിച്ചയാൾ എന്നെ സ്നേഹിക്കണം എന്നുള്ളൊരു പിടിവാശിയിലായിരിക്കരുത്. മനസ്സിലായി? നമ്മളൊരാളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഞാൻ നിന്നോട് എന്തെല്ലാം ഇത് ചെയ്യണ്ട, നീ എന്താണ് ഇങ്ങോട്ട് തിരിച്ചു ചെയ്യാത്ത, ആ രീതി വരില്ല. കാരണം എന്താ പറയുക, ഇത് വരുന്നത് എങ്ങനെയാ, നമ്മൾ നാച്ചുറലായിട്ട് റിയലായിട്ട് നമ്മൾ ഈ ഒന്നും പ്രതീക്ഷിക്കാത്തൊരു ലവാണ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വൈബ് വേറെയാ. അപ്പൊ ആ ആളില്ല, ഓപ്പോസിറ്റ് ആള്, അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മളോട് ആ സ്നേഹം റിഫ്ലക്ട് ചെയ്യും നമ്മളിലേക്ക്. നിബന്ധനകൾ പാടില്ല. സ്നേഹത്തിന് നിബന്ധന വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ, ചിലപ്പോ ഭർത്താവിന് ഭാര്യനോട് ഭയങ്കര സ്നേഹമാണ്, അതിന്റെ പുറത്ത് പറയണത് നിങ്ങൾ എവിടെ പോയി ചെയ്യും, അല്ലെങ്കിൽ കുറെ മനസ്സിലായ കുറെ കാര്യങ്ങൾ. സ്വാതന്ത്ര്യം. സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വാതന്ത്ര്യമാണ് സ്നേഹം. പിന്നെ സ്നേഹം നമ്മുടെ ജീവിതം തകർക്കണ അവസ്ഥയിലെത്തും. സ്നേഹം ജീവിതം തകർക്കും. എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒന്നിപ്പോ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തന്നെ ഇങ്ങനെയുള്ള രീതി. അതുകൊണ്ട് ഇപ്പൊ പ്രണയിക്കുന്ന ആൾക്കാരില്ലേ, പ്രണയിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തലമുറ, ഇപ്പൊ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ ടീനേജേഴ്സിലാണ് ഇത് കൂടുതൽ ഫേക്കായിട്ട് വർക്ക് ചെയ്യണം. റിയാലിറ്റി അല്ലാത്തൊരു സ്നേഹം കൂടുതൽ വർക്ക് ചെയ്യണം. ഒരു വിലയില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള പരിചയം, അല്ലെങ്കിൽ എവിടെയും വെച്ച് കണ്ടിട്ടുള്ള പരിചയം, ആ പരിചയം വെച്ചിട്ടൊക്കെ ബന്ധമാവുന്നു. അപ്പൊ അവിടെ വരുന്ന സ്നേഹം എന്ന് പറയുന്നത് ഫേക്ക് സ്നേഹമാണ്. ഫേക്ക് എന്ന് പറഞ്ഞാല് അവർക്ക് ആ വ്യക്തിനെ സ്വന്തമാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ അവരുടെ റിയൽ ക്യാരക്ടർ ഒന്നും അവിടെ വരില്ല. മനസ്സിലായി? നമ്മള് സിനിമയെ കാണുന്നതല്ല ശരിക്കുള്ള റിയാലിറ്റി. സിനിമയെ കാണുന്ന ലവ് ഇല്ലേ, അത് ശരിക്കും സിനിമയിൽ ആക്ടിങ്ങിന് വേണ്ടി കാണിക്കുന്ന കുറെ അഭിനയങ്ങൾ തന്നെയാണ്. അത് കണ്ടിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് കാണിക്കുന്നതെല്ലാം അതുപോലത്തെ അഭിനയം തന്നെയാണ്. നമ്മൾ പോലും അറിയാണ്ടുള്ള അഭിനയം, പ്ലാൻഡ് ആയിട്ടുള്ള അഭിനയം ഞാൻ പറയണം. ഇപ്പൊ പണ്ട് കാലത്തുള്ള ഒരു ലവ് എങ്ങനെയാ ശരിക്കും? ലവ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയില്ല. ഞാൻ പറഞ്ഞുതരാം. ശരി, ഏറ്റവും കൂടുതൽ ഉണ്ടാണ് ലവ്. പറഞ്ഞുതരാം. ഒരു പെണ്ണിന് ഒരു ചെക്കനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതൊരിക്കലും തുറന്നു പറയില്ല. അല്ലേ? പറയാണ്ട് തന്നെ നടക്കും. പക്ഷെ ആ ചെക്കന് അതുപോലെ ഇഷ്ടമാണ്, രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടമാണ്. അപ്പൊ അവിടെ വൈബ് കണക്ട് ചെയ്യും. മനസ്സിലായ? അതായത് വൈബ് കണക്ട് ചെയ്യും. ആ വൈബ് കണക്ട് ചെയ്താലും ഇന്ന് നമുക്ക് കാണുന്നുള്ള ഡീലിംഗ് ഒന്നും ഇല്ല, പണ്ട് സോഷ്യൽ മീഡിയ ഇല്ല. അപ്പൊ അവിടെ എന്ന് പറയുമ്പോ ദുരുദ്ദേശങ്ങളില്ല, അല്ലെങ്കിൽ അവനവൻ്റെ ഇതിൽ വന്നില്ല. വളരെ റയറാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വർഷങ്ങൾ പുറകോട്ട് അടിച്ചു കഴിഞ്ഞാൽ പ്രണയിച്ചിട്ടുള്ള വിവാഹങ്ങളെല്ലാം കുറവാണ്. കാരണം നമ്മൾ ഇത് വന്നേക്കണ എവിടെയാ? ഞാൻ ചോദിക്കട്ടെ, ഈ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇംഗ്ലീഷ് സിനിമയിലുള്ള കാണിക്കണ ലവ് എന്ന് പറയുമ്പോൾ അവര് ഒരു നാച്ചുറൽ ശൈലിയാണില്ല, അവിടെ സ്ട്രേറ്റ് ഫോർവേഡാ. ഇവിടുത്തെ സിനിമകളിൽ എന്താന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്നു, അതിൽ കുറേ ആക്ടിങ് ആയിട്ടുള്ള കുറേ കാര്യം, ഭയങ്കര ഡയലോഗ് കൊണ്ടുള്ള
എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗിലാണ് അല്ലേ? ഈ ഡയലോഗിലാണ് ശരിക്കും വീഴ്ത്തര എന്ന് പറയും, ഡയലോഗിലും പെരുമാറ്റത്തിലും. അപ്പൊ ഈ ഡയലോഗും പെരുമാറ്റവും നമ്മൾ ഇന്നത്തെ തലമുറയിൽ വന്നത് ശരിക്കും ആക്ടിങ്ങാണ്. ഇതിക്ക് കിട്ടണ എവിടെ നിന്നാ? സിനിമയിൽ നിന്നാണ്. നമ്മുടെ മലയാള സിനിമയുടെ രീതി എന്ന് പറയുമ്പോൾ അതിന് കുറെ പാട്ടും, ഇംഗ്ലീഷ് സിനിമയിൽ ഇതുപോലെ പാട്ടുകൾ കുറവാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാട്ടുകളില്ല ഇംഗ്ലീഷ് സിനിമയിൽ. അപ്പൊ ഇവിടുത്തെ ഒരു സിനിമയുടെ രീതിയാണ് ഇതില്ല. ഒരാളോട് ഇഷ്ടം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിന് പ്രണയമായി പാട്ടായി. അപ്പോൾ ആൽബം പോലെയുള്ള രീതി അങ്ങനെ വരുന്നു. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ പ്രണയത്തിന് കുറേ അധികം ഡെഫിനേഷൻ, അതായത് വാക്കുകൾ കൊണ്ടുള്ള കസർത്ത്, ആക്ടിങ്, പിന്നെ കുറേ ആക്ടിങ് തന്നെയാണ് അതിനകത്ത് വരുന്നത്. ഈ ആക്ടിങ് ആണ് നമ്മൾ സ്നേഹം എന്ന് ധരിക്കണം. 100% അയാൾക്ക് എന്നോട് ഇതാണെന്ന് ധരിക്കണം. അപ്പോൾ ജീവിതത്തിലോട്ട് വരുമ്പോൾ മാത്രമാണ് റിയാലിറ്റി വരുന്നത്. ചിലപ്പോൾ കാണാൻ സുന്ദരനായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടണം. ചിലപ്പോൾ കാണാൻ സുന്ദരനല്ലാത്ത ഒരാളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലായിരിക്കും ഇഷ്ടപ്പെടണം. അല്ലെങ്കിൽ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ആ ഇഷ്ടം എന്ത് ചെയ്യും? അവർ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചു കഴിയുമ്പോഴാണ് റിയൽ ക്യാരക്ടർ മനസ്സിലാവുക. മനസ്സിലായോ? ഇപ്പം ഞാൻ പറഞ്ഞ പണ്ട് കാലത്തെ പ്രണയത്തിൽ ഇങ്ങനത്തെ അഭിനയങ്ങൾ അധികം ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. റിയൽ ക്യാരക്ടർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഒരാൾ ഇഷ്ടപ്പെടുന്നത്. അതെ. അപ്പൊ എന്താന്ന് പറഞ്ഞാല് അവര് ആ കല്യാണം കഴിക്കുമ്പോ തൊട്ട് ആണ് റിയാലിറ്റി തന്നെ. മനസ്സിലായി പറഞ്ഞ? അതായത് പണ്ട് പ്രണയിക്കണ ഒരാളുടെ ക്യാരക്ടർ പിടികിട്ടൂല, സ്ട്രിക്റ്റാ. ഒരു എഴുത്ത് കൊടുക്കുന്ന ആ എഴുത്തിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാണ്, അത് വളരെ റെയറോ. പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ അയാളായിട്ട് ഇടപെടുകാനും മെസ്സേജ് വിടുന്ന അങ്ങനെ കുറെ കാര്യങ്ങളിൽ അവിടെ അയാൾ എന്താണെന്ന് അയാൾ വിചാരിക്കണ പോലെ വിട്ടുവിടാൻ പറ്റും. മനസ്സിലായി? ഫേക്ക് ആണെങ്കിലും വിടാൻ പറ്റും. പക്ഷെ ഇത് മനഃപൂർവ്വം ചെയ്യണമല്ല, മനഃപൂർവ്വമല്ല, യാദൃശ്യമായിട്ട് ആ വ്യക്തിനോട് ഇഷ്ടപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യും? ഭയങ്കര ഇതാ. ഇപ്പോൾ പെണ്ണ് പറയണം കൃത്യമായിട്ട് ഇത്ര മണിക്ക് ബസ് സ്റ്റോപ്പിൽ വരണമെന്ന് പറഞ്ഞാൽ അവൻ പങ്ക്ച്വലായിരിക്കും, ഇല്ലേ? പ്രണയിക്കുമ്പോൾ പങ്ക്ച്വലായിരിക്കും. അപ്പോൾ പറ അതെ ആ തൻ്റെ ആ കൂട്ടുകാരില്ലേ, ആ കൂട്ടുകാരെ എനിക്ക് ഇഷ്ടമല്ല, ആ കൂട്ടുകെട്ട് എനിക്ക് ഇഷ്ടമല്ല, അവൻ നിർത്തി, കൂട്ടുകെട്ട് നിർത്തി, ഇല്ലേ? അത് കഴിയുമ്പോൾ ചിലപ്പോൾ സിഗരറ്റ് വലിക്കണ കണ്ട് എനിക്ക് സിഗരറ്റ് വലിക്കുന്ന ഇഷ്ടമല്ല, സിഗരറ്റ് വലി ഇനി ജീവിതത്തിൽ ഉണ്ടാവില്ല. പ്രണയിക്കുമ്പോൾ ഒക്കെ നിർത്തും, കുടി നിർത്തും, പുകവലി നിർത്തും. പിന്നെ അവൻ പങ്ക്ച്വലാവും, സമയം തെറ്റി വന്നവനായിരിക്കും. അവൻ 4 മണിക്കാണ് പെണ്ണ് ബസ് സ്റ്റോപ്പിൽ വന്നെങ്കിൽ ആ ബസ് സ്റ്റോപ്പിന് അതിന് മുമ്പേ അവൻ വന്നിരിക്കും. മനസ്സിലായോ? അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പ്രണയിക്കണ ആ കാലഘട്ടത്തിൽ ഈ പെണ്ണിനെ എങ്ങനെ ഇഷ്ടപ്പെടുത്താം എന്നുള്ള രീതിയിൽ ഈ കൂടുതൽ ആണുങ്ങൾ പക്കയായിരിക്കും. സ്ത്രീകൾ അതുപോലെ ഉണ്ട്, പക്ഷെ കൂടുതൽ ആണുങ്ങളാണ് ഇത് കാണിക്കണം. കാരണം ഈ പുറകെ നടന്ന് പെൺകുട്ടികളെ നേടിയെടുക്കുന്ന ബന്ധമാണ് ഞാൻ പറയണം. പണ്ടത്തെ അങ്ങനെയല്ലേ പറയില്ലേ, ഒരാൾക്ക് ഇഷ്ടം വന്ന് ചിലപ്പോൾ അവർ തിരിച്ചു പറയില്ല, പക്ഷെ ഒരാൾക്ക് ഇഷ്ടം വന്ന് അയാൾക്കും ഇഷ്ടം വന്ന് കുറേ നാളുകൾ വെന്ത് അല്ലെങ്കിൽ കുറേ നാളുകൾ പിടിച്ചിട്ടായിരിക്കും അത് അവരിലേക്ക് അറിയിക്കണ അവസ്ഥയിലോട്ട് എത്തണം. ഇന്നങ്ങനെയല്ല, ഇഷ്ടം വന്ന് ഉടനെ തന്നെ അറിയിച്ചു എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര സംഭവം സ്പോട്ടിലായി കഴിഞ്ഞു. മറ്റേന്ന് പറഞ്ഞാൽ കുറെ നാളുകൾ പിടിച്ചിട്ടാണ് ഇഷ്ടം തുറന്നു പറയുന്ന അവസ്ഥയിലോട്ടൊക്കെ എത്തുന്ന കുറെ ആൾ. കാരണം ചാൻസ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഇന്നത്തെ പ്രണയങ്ങൾ ഇന്ന് വിരൽത്തുമ്പില. ഒരാൾ വിടുന്നു, അയാൾക്ക് എന്ത് അയാളുടെ മുമ്പിൽ ഉണ്ടാക്കാം, എഫക്ട് ഉണ്ടാക്കി. അങ്ങനെ അപ്പൊ ഇന്നത്തെ തലമുറയുടെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവർ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ് അറിയണത് ഈ കാണുന്ന ആളല്ല, ക്യാരക്ടർ വ്യത്യാസം. പെണ്ണും അതല്ല, ആണും അതല്ല, രണ്ടുപേരിലും വ്യത്യാസം വരും. രണ്ടുപേരിലും വ്യത്യാസം വന്ന് കുറെ നാൾ അവർ ജീവിച്ചു കഴിയുമ്പോൾ അവർക്ക് ആദ്യത്തെ അത്ര ഇല്ലൊന്നും ഉണ്ടാവില്ല. കാരണം ആ ആദ്യത്തിൽ നിന്ന് ഭയങ്കര വ്യത്യാസം. ഒരു അതെ 99% പ്രണയ വിവാഹങ്ങൾ ഫെയിലിയർ ആണതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ഫേക്ക് ലവ് ആണ് ആദ്യം തന്നെ. ഫേക്ക് ലവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ആളെ നേടാൻ വേണ്ടിയിട്ട് അവർ എല്ലാം കറക്റ്റ് ആവും. പക്ഷെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ആളെ നേടിക്കഴിഞ്ഞു റിയൽ ആയിട്ടുള്ള അവരുടെ ക്യാരക്ടർ എല്ലാം പുറത്തു വരും. അതേസമയം നമ്മൾ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ കെട്ടുമ്പോൾ തൊട്ട് അയാളുടെ റിയൽ ക്യാരക്ടർ കിട്ടി. ഒരു പരിധി വരെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതി പ്രശ്നങ്ങൾ ഒട്ടും പന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞ. പ്രണയിക്കുന്നവരേലും ഭയങ്കര ഡിഫറൻറ്റ് വരും. മറ്റെന്താ അറിയാമോ, ചേട്ടാ ഇയാൾ പണ്ട് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പം എനിക്ക് ഇയാൾക്ക് സ്നേഹമില്ല എന്നുള്ളതാണ്. അപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ ഈ ഭാര്യ പറഞ്ഞതിന് അപ്പുറത്തേക്ക് പോവില്ല, ഭർത്താവ് പറഞ്ഞ അപ്പുറത്തേക്ക് ഭാര്യയും പോവില്ല. അങ്ങനെയാ. പിന്നെ ഇത് വരുമ്പോഴത്തേക്കും എന്നോട് സ്നേഹമില്ല എന്ന് തെറ്റിദ്ധരിക്കും. ആദ്യം ഉണ്ടായ ലവിലെല്ലാം ഞാൻ പറയല്ലേ 4 മണി വരെ 4 മണിക്ക് വരും, പുകവലി നിർത്തും, മദ്യപാനം നിർത്തും, എല്ലാം പക്കയാ. പിന്നീട് ഇതെല്ലാം ഇയാൾ തുടങ്ങും. ഒരു മാർഗമില്ല. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാളെ ദീർഘസമയം എടുക്കും ഒരാളെ സ്റ്റഡി ചെയ്യണമെങ്കിൽ. അതായത് ഒരു 5 വർഷം പ്രണയിച്ച് അങ്ങനെ കല്യാണം കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? 5 വർഷം തരുമ്പോൾ എങ്ങനെ വന്നാലും ആണിന്റെ പെണ്ണിന്റെ തന്നെ സ്വഭാവം വരും. 5 വർഷത്തോളം പ്രണയിച്ചു,
അല്ലെങ്കിൽ ഒരു 7 വർഷം പ്രണയിച്ചു, അല്ലെങ്കിൽ 8 വർഷം പ്രണയിച്ചു, എന്തോരം ടൈം പ്രണയത്തിന് ഡെപ്ത് ഉണ്ട് അതിൽ കുറച്ചും കൂടിയൊക്കെ വരും. എന്നാലും ഞാൻ പറയും പ്രണയ വിവാഹം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പാടാ എന്ന് കരുതിയാൽ മതി. അറേഞ്ചിലും മാരേജിലും പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷെ ഈ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. അതായത് പ്രണയിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫേക്ക് രീതി അറിയാണ്ട് എല്ലാവർക്കും വരുന്നുണ്ട്, ആണിനും പെണ്ണിനും. ഇപ്പോഴത്തെ തലമുറക്കാണ് ഈ പ്രശ്നം. ഞാൻ പറയണ ഇപ്പോഴത്തെ ഈ എന്താണ് ഇപ്പോഴത്തെ വൈബിനെ എന്താ പറയല, എന്താണ് എന്ത് കിഡ്സാണ് ന്യൂജൻ അല്ലെങ്കിൽ വേറെ പറയല്ല അങ്ങനെ. അപ്പൊ ഇപ്പോഴത്തെ തലമുറ ആ 2K കിഡ്സ് എന്നൊക്കെ പറയണ പോലെ ഇപ്പോഴത്തെ തലമുറയിൽ എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കരമായിട്ട് ഈ പുറംമോടി കണ്ടിട്ട് ഇഷ്ടപ്പെടും. പുറംമോടി, പുറമേയുള്ള സൗന്ദര്യം. ഇല്ല, ടൈം പാസ് മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഏത് രീതിയിൽ ടൈം പാസ് ആയിട്ടാണെങ്കിലും എങ്ങനെയാണ് കല്യാണം കഴിച്ച് കഴിയുമ്പോ ഈ സംഭവം വരും. ഈ അഴക് പഠിച്ച് കലത്തിലിട്ട വേവൂല് നടക്കും. പല രീതികളാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ് ഫെയിലിയർ മനസ്സിലാണ്. വിവാഹം കഴിച്ചു കഴിയുമ്പോ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് വന്ന രീതിയിലോട്ട് തന്നെ എത്തും. പ്രണയിക്കുന്നവരുടെ എത്താറുണ്ട്, അല്ലാത്തവരും എത്താറുണ്ട്. പക്ഷെ പ്രണയിക്കുമ്പോൾ ഏറ്റവും കുഴപ്പത്തിലേ ഉള്ളൂ, റിയൽ സ്നേഹം അതിൻ്റെ അകത്തില്ല. പിന്നീട് മനസ്സിലാണ് ആദ്യം കാണിച്ച സ്നേഹമില്ല. അപ്പോൾ പിന്നീട് എന്താ സംഭവിക്കണം, ഇവർക്ക് കുറേ പ്രശ്നങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വഴക്കടിയും പ്രശ്നങ്ങളായി കഴിയുമ്പോൾ ഇവർക്ക് മുന്നോട്ട് പോകണ്ടെന്നുള്ളത് വരും, ജീവിക്കേണ്ടെന്നുള്ളത് വരും, ഒരുമിച്ച് ജീവിക്കേണ്ടെന്നുള്ള അവസ്ഥ. ചിലപ്പോൾ ഒരു കുട്ടിയുണ്ടാവും, കുട്ടിയായിട്ടുള്ള അവസ്ഥ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലും കൂടി അതിൻ്റെ ഇതെല്ലാം ബാധിച്ചു അല്ലേ. അപ്പോൾ ഒരുമിച്ച് ജീവിക്കേണ്ടതെന്നുള്ളത് വരും. അപ്പം ഞാൻ പറഞ്ഞാൽ ഇവിടെ ഈ പ്രണയിക്കണവർക്ക് വേറൊരു കുഴപ്പം കൂടിയുണ്ട്. ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം തന്നെ എടുത്തു വയ്ക്കും. ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ഒരുപോലെയാണ്. മാതാപിതാക്കൾ അവരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അല്ലേ വലുതാക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കണ്ടെത്തുന്ന ഒരാൾ, ഞാൻ പറഞ്ഞ പ്രണയത്തിൽ നല്ല ആൾക്കാരും കിട്ടാറുണ്ട്, ആപ്റ്റായിട്ടുള്ള ആൾക്കാർ ബന്ധത്തിൽ എത്താറുണ്ട്. അതെങ്ങനെ സംഭവിക്കണമെന്ന് അറിയാം. ഈ പെണ്ണുമാണ് അത്രയും ജഡ്ജ് ചെയ്തിട്ടിലേക്ക് ചാടുള്ളൂ, അത്രയും ജഡ്ജ് ചെയ്യും ആൾക്കാർ. അതാണ് ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കണേനും പണയം പറഞ്ഞു. ഇപ്പൊ പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പറ്റിയില്ല, ജീവിതം രക്ഷപ്പെട്ട് അല്ലേ. കാരണം ജഡ്ജ് ചെയ്തപ്പോ ഇപ്പൊ എന്റെ ഉദാഹരണത്തിന് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ ഇപ്പൊ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കുറെ പേരുണ്ട് ഇങ്ങനെ. അതിൽ ഇപ്പൊ ഒരാളുടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 7 വർഷമൊക്കെ പ്രണയിച്ച ആളാണ്. 7 വർഷമൊക്കെ പ്രണയിച്ച് കല്യാണം കഴിക്കാന്നുള്ള തീരുമാനം തന്നെയായിരുന്നു. പക്ഷെ 7 വർഷമൊക്കെ പ്രണയിച്ച് ഒരു 7ാം വർഷമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് പിന്മാറി. അപ്പൊ 7 വർഷം കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് കല്യാണം കഴിക്കണ്ടെന്നുള്ള തീരുമാനത്തിലെത്തി. നമ്മ ശരിയാവൂല എന്നാണ് പറയുന്നത്. ഡീപ്പായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ആ കേസും പറഞ്ഞാണ് പുള്ളി എൻ്റെ അടുത്ത് തന്നെ എനിക്ക് അവളെ തന്നെ തിരിച്ചു വേണം എന്നുള്ളത്. അപ്പൊ നമ്മളെ തന്നെ വേണ്ടെന്ന് വെക്കണ ഒരാളെ താൻ അങ്ങനെ കല്യാണം കഴിച്ചാൽ ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഈ പ്രശ്നം വരും, നിങ്ങൾ പിരിയേണ്ട അവസ്ഥയും വരും. അപ്പൊ ഞാൻ തന്റെ ഭാഗം എന്ന് പറഞ്ഞ മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഈ ചെക്കൻ്റെ താങ്കള് ആദ്യം ആ പെണ്ണായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഉണ്ടായ സ്വാതന്ത്ര്യം, അവൾക്ക് കുറെ സ്വാതന്ത്ര്യം കൊടുക്കും. ഇപ്പൊ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയാലും ഒരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ കെട്ടുമെന്നുള്ള ഉറപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ആധികാരികത കാണിക്കും. എന്നെ കല്യാണം കഴിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും മെസ്സേജ് ഇടും, നീ എന്താണ് മെസ്സേജിന് റിപ്ലൈ ഇടാൻ വൈകിയത്, സ്വാർത്ഥ തുടങ്ങി. അപ്പൊ സ്നേഹം ജീവിതം തകർക്കണ അവസ്ഥയിലെത്തണവൻ. അതിപ്പോ പ്രണയം തകർക്കത്ത്, അവിടെ പ്രണയം തകർന്നു ഇല്ല, ജീവിക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ സ്നേഹം സ്വാർത്ഥത ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സ്നേഹം ഈ നെഗറ്റീവ് റിസൾട്ടാണ് ഇതിലോട്ടായി. അവിടെ എന്താ പറ്റുന്നത് പറഞ്ഞാൽ ഞാനപ്പോൾ ചോദിച്ചു ഇങ്ങനെ വന്നാലാണ് ഇങ്ങനെ സാധ്യത. അത് മെസ്സേജിന് ഷൗട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കുട്ടിയിലേക്ക്. ആ ഷൗട്ട് ചെയ്യാറുണ്ടോ, ദൂരം നേരം ഞാൻ രാവിലെ വിട്ടിട്ട് വൈകിട്ട് റിപ്ലൈ ആണ്. അത് ഞാൻ പറഞ്ഞാൽ അതിന് ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാവും. അപ്പൊ എനിക്ക് പ്രയോറിറ്റി തന്നെ ഇല്ലെന്നാണ് ഞാൻ ചിന്തിക്കണം ഇല്ലേ. ഞാൻ പറഞ്ഞത് കല്യാണത്തിൽ കഴിച്ച പ്രണയിക്കാണ്ട് കല്യാണം കഴിക്കണ ഒരാളെ തന്നെ എടുക്കുക. അയാൾ ജോലി ചെയ്യണ സമയത്ത് അതിൻ്റെ ഇടയിൽ ചെയ്യൂല. അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. എമർജൻസിക്കാണ് അങ്ങനെ ചെയ്യണം. അപ്പൊ ഇത് പുതുമോടിയിൽ അത് ഓക്കെ ആയിരിക്കും. പ്രണയിക്കണ ആദ്യ കാലഘട്ടത്തിൽ മെസ്സേജ് കാത്തിരിക്കും, മെസ്സേജിന് കൊണ്ടിരിക്കും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ജീവിതം അതല്ല. അപ്പൊ ഇവരെന്ത് പറ്റി, കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ഇവരുടെ പ്രണയം വർഷങ്ങൾ തൊട്ട് മുന്നോട്ട് പോകുന്നതോറും അവര് ആ ജീവിക്കണ പോലത്തെ ഒരു സ്റ്റൈലിലോട്ട് എത്തും ഒരുമിച്ചല്ലെങ്കിൽ. അപ്പൊ അവര് ശരീരം മാത്രം അകലെയുള്ളൂ, മനസ്സുകൊണ്ടുള്ള ഒരു ജീവിതം ആരംഭിച്ച്. അപ്പോഴാണ് അവരുടെ ഇങ്ങനത്തെ ആശയവിനിമയം. അപ്പൊ ആ പെണ്ണിന് വൈബ് ഇവനിൽ കിട്ടണം മുതൽ നെഗറ്റീവാണ്. പിന്നെ ഇങ്ങനെ ആവശ്യമുള്ള ഷൗട്ട് ചെയ്യുന്നു, ദേഷ്യപ്പെടുന്നു, വിളിക്കുമ്പോഴത്തേക്കും ഇതാവുന്നു, നീ എന്താ വിളിക്കുമ്പോഴൊക്കെ വൈബ് നെഗറ്റീവായി. പിന്നെ മൈൻഡിൽ എന്താ ഇപ്പൊ ചൂടായില്ലെങ്കിലും ഇല്ലേ നമ്മുടെ മൈൻഡിൽ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വൈബ് നെഗറ്റീവ് ആവും. അങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് ആക്കാൻ ആദ്യം ഉണ്ടായ അട്രാക്ഷൻ ഉണ്ടാവില്ല, കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് വേണ്ടെന്നുള്ള തീരുമാനത്തിലെത്തണം. അപ്പൊ വേണ്ടെന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അവർ കല്യാണം കഴിച്ചിട്ടാണ് ഇത് വേണ്ടെന്ന് നോക്കണമെങ്കിൽ വലിയ നഷ്ടമായിരിക്കും.
ഞാൻ പറഞ്ഞു ഇപ്പോഴേ ആ പെണ്ണ് വേണ്ടെന്ന് വെച്ചാലും തനിക്കത് ആപ്റ്റല്ല, നിങ്ങൾ കല്യാണം കഴിച്ച് ജീവിച്ചാൽ ഫെയിലിയർ ആവുമരുത്. അതുകൊണ്ട് ഇപ്പോൾ കല്യാണം കഴിക്കുവാണെങ്കിൽ പുള്ളി എനിക്ക് മൈൻഡിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ബുദ്ധിമുട്ടായിരിക്കും, മൈൻഡിൽ നിന്ന് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിലും വലിയ ബുദ്ധിമുട്ടായിരിക്കും കല്യാണം കഴിച്ച് കഴിയുമ്പോൾ. മനസ്സിലായോ? കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അതിനും ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ഭീകര പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് അത് പിന്മാറണത് നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 8 മാസമൊക്കെ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ മൈൻഡിൽ നിന്ന് ഔട്ടായി, അത് പുള്ളി വേറെ മൈൻഡിലേക്കായി. അപ്പോൾ ഇവിടെ സംഭവിക്കണത് ഒരു പെൺകുട്ടിനെ എടുത്ത് നോക്കിയാലും ആൺകുട്ടിനെ എടുത്ത് നോക്കിയാലും ഒരു പെൺകുട്ടിയുടെ ലൈഫ് തന്നെ നോക്കും. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാര രീതി അനുസരിച്ചിട്ട് ഈ പെൺകുട്ടിയായാലും ആൺകുട്ടിയിലായാലും അലൈൻമെന്റ് കറക്റ്റായിട്ട് ഒരു ബന്ധത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. പക്ഷെ വഴക്കടി ഉണ്ടാവും, ഭാര്യ ഭർത്താവ് തമ്മിലുണ്ടാവും. പക്ഷെ അവരെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയില്ല, പബ്ലിക്കിലേക്ക് എത്തുന്ന രീതിയില്ല, ഈ പെൺകുട്ടിയുടെയും അല്ലെങ്കിൽ ആൺകുട്ടിയുടെയും അച്ഛനമ്മമാര് ബന്ധുക്കളിലേക്ക് എത്തുന്ന രീതിയിലുള്ള വഴക്കായി മാറരുത്. ഉണ്ടാവാൻ പാടില്ല എന്നല്ല, ഉണ്ടാകുന്ന രീതിയിലുള്ള വഴക്കാവുമ്പോ ഉണ്ടാവും. ഞാൻ ചെറിയ വഴക്കടിച്ച് ഇതായില്ല, നിരന്തരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, ഭാര്യനെ പറയാൻ പാടില്ലാത്ത തെറികൾ പറയുന്നു, അതല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ കൂടെ ടോർച്ചർ ചെയ്യണതിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതായത് ഇത്രേ ഉള്ളൂ. ഇത്രയും ഭീകര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പറയാൻ പാടില്ല എന്ന് പറയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചില പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലെത്തും. എന്താന്ന് പറഞ്ഞാല് പറയാൻ പറ്റാണ്ട് ഉള്ള അവസ്ഥയിൽ ഇത് കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവര് ആരോടും പറയൂല, സഹിക്കും. ഭർത്താവിന്റെ ഭാഗത്ത് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലായി? ഇപ്പൊ മദ്യപിക്കേണ്ട ഒരു ഭർത്താവാണെന്ന് വിചാരിച്ചോ, മദ്യപിക്കേണ്ട ഒരു ഭർത്താവാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടായിട്ട് ചിലവർ ആത്മഹത്യ ചെയ്ത് കളയും. ചിലപ്പോൾ പെൺകുട്ടി പവർഫുൾ ആയിരിക്കും, പക്ഷെ ഏതെങ്കിലും നിമിഷത്തിൽ അവർക്ക് ഇത് ആരോടും പറയാൻ പറ്റില്ല, അച്ഛനോട് പറയാൻ പറ്റില്ല, അല്ലേ? അല്ലെങ്കിൽ അച്ഛനോട് അമ്മനോട് പറയുമ്പോൾ എന്ത് പറ്റും, മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇല്ല, ഞാൻ പറഞ്ഞ സമൂഹം അറിയണ്ട, വീട്ടുകാരറിഞ്ഞു. പിന്നെ വീട്ടുകാർക്ക് എന്താ ടെൻഷനായ, വീട്ടുകാർക്ക് പ്രശ്നമില്ലേ? ആ പ്രശ്നമാകുമ്പോൾ എന്ത് പറ്റും, ഇത് പിന്നീട് റിപ്പീറ്റ് അടിക്കണത്. റിപ്പീറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അത് അതിന്റെ ലെവല് കഴിഞ്ഞ്. സാധാരണ ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുന്ന വഴക്കല്ല അത്, അതിനപ്പുറത്തേക്കായി, ഇല്ലേ? അപ്പൊ ആ സമയത്ത് ഇവർ ഒരുമിച്ച് ജീവിക്കേണ്ട രീതിയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രശ്നം തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പൊ എന്ത് പറ്റണം, അവനവൻ ചെയ്ത തെറ്റുകൾ തിരിച്ചറിയാൻ പറ്റണം. തുടർന്ന് ലൈഫ് പോകണമെങ്കിൽ ഭാര്യ ചെയ്ത തെറ്റും ഭർത്താവ് ചെയ്ത തെറ്റും മനസ്സിലാക്കണം. ഇപ്പൊ കൂടുതലും ഞാൻ മനസ്സിലാക്കുന്ന പ്രണയ വിവാഹങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കണം. മനസ്സിലായി? കാരണം നമ്മുടെ സംസ്കാര രീതി അനുസരിച്ച് സ്ത്രീകളെപ്പോഴും കുടുംബിനിയായിട്ട് ഭർത്താവിനും പ്രയോറിറ്റി കൊടുത്തിട്ട് പറയണം കേട്ട് നിൽക്കണം എന്നുള്ള രീതിയാണ് ലൈഫ് സ്റ്റൈലിൽ പോകണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ആധികാരികത കാണിക്കും. അപ്പൊ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ പ്രവൃത്തികളും ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ അച്ഛനും അമ്മ ഉണ്ടെങ്കിലും ഭാര്യയുടെ അച്ഛനും അമ്മയാണെങ്കിലും ഭർത്താവിന്റെ അച്ഛനും അമ്മയാണെങ്കിലും അവരെ കൂടുതൽ പ്രാധാന്യം ഭാര്യ ഭർത്താക്കന്മാർ തന്നെ ആയിരിക്കണം, ഇല്ലേ? സെക്കൻഡറി, അവർക്ക് കടമയാണ് അച്ഛനും അമ്മക്കും. പക്ഷെ അതിൽ റോങ് എന്ന് പറയുന്ന രീതിയിലോട്ട് അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണ്. റോങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് കുറെ കേസ് അറിയാം. ഇപ്പൊ ഒരു കേസ് പറഞ്ഞാൽ ഒരുമിച്ച് പ്രണയിച്ച് കല്യാണം കഴിച്ച്, അപ്പൊ അവരുടെ അമ്മയായിട്ട് ഭയങ്കര പ്രശ്നമായി, അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെത്തി. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയായിട്ടുള്ള വൈബ് നല്ലതല്ലാത്ത രീതിയിൽ ആ ബന്ധം പോകില്ല. പിന്നീട് ആ വീട്ടിൽ കയറി ഇറങ്ങുന്ന രീതിയിലാണെങ്കിൽ പോലും അമ്മയായിട്ടുള്ള വൈബ് നല്ലതല്ല, അല്ലെങ്കിൽ അവിടെ ചെല്ലുന്നതായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന നെഗറ്റീവ് റിസൾട്ടുകളാണെങ്കിൽ ആ ഭാര്യ ഭർത്തൃ ബന്ധം ഭയങ്കര പാടാ. മനസ്സിലായ? അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇവരാണ് ജീവിക്കാനുള്ള. അച്ഛനമ്മക്ക് നമ്മൾ എന്ത് ചെയ്യണം, കടമ ചെയ്യണം, അവരെ സ്നേഹിക്കണം. പക്ഷെ അത് ഇവരുടെ ഫാമിലി ലൈഫിൽ അച്ഛനമ്മയുടെ പേര് വന്നിട്ട് പ്രശ്നം ഉണ്ടായ അവസ്ഥ വരരുത്. മനസ്സിലായി? കാരണം ഇപ്പൊ മിക്ക സ്ഥലത്തും അമ്മായിയമ്മപ്പോര് ഇപ്പൊ പ്രേമിച്ച് കിട്ടിയാലും അല്ലാണ്ടും ഉണ്ടാവും, ഇല്ലേ? അപ്പൊ അമ്മായിയമ്മപ്പോര് ഒരു പെങ്കൊച്ചിന്റെ മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഭീകര പ്രശ്നമാണെങ്കിലോ, അപ്പൊ അത് അവിടെ നിന്ന് മാറുന്നത് നല്ലത്. അതുപോലെ തന്നെ മാറി താമസിച്ചിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഡീപ്പ് പ്രശ്നം ഉണ്ടായിട്ട് അവിടെയും ആത്മഹത്യ വാക്കിലേക്കാണെങ്കിൽ ആ ബന്ധം പോകാണ്ടിരിക്കണം നല്ലത്. അല്ലെങ്കിൽ എന്ത് വരണം, തെറ്റ് തിരുത്താൻ പറ്റണം. എന്താണ് വീഴ്ച പറ്റിയത്? ഇപ്പൊ ഒരു ആണിന്റെ ഭാഗത്ത് നിന്ന് ശരിക്കും നമ്മുടെ ഇവിടത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളതും ആൺകുട്ടികൾക്ക് തന്നെയാണ്, അല്ലേ? പുരുഷന് തന്നെയാണുള്ളത് ഉത്തരവാദിത്വം കൂടുതൽ. കാരണം ഒരു പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന സാധനം പുരുഷൻ്റെ കയ്യിൽ ഇരിക്കണം, ഇല്ലേ? സംരക്ഷണം. അപ്പൊ ആ സംരക്ഷണത്തിന് ഗ്യാരണ്ടി ഇല്ലെങ്കിൽ അവിടെ ആ ലൈഫ് പ്രശ്നമായി. അപ്പൊ അവിടെ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റണം, അവനവന്റെ തെറ്റെന്താണെന്ന് സ്വയം തിരിച്ചറിയാൻ പറ്റണം പുരുഷന്. പെണ്ണിന്റെ ഭാഗത്തുനിന്ന് കുറെ തെറ്റുകളുണ്ടാവും, പക്ഷെ പെണ്ണിന്റെ ഒരു റേഞ്ച് നമ്മുടെ സംസ്കാരത്തിൽ എന്താ, ചെമ്മീൻ ചാടിയാൽ കൂടിയ മുട്ടോളം പിന്നെ ചട്ടിക്ക്.
അത്ര പെണ്ണിന്റെ ഇത് വരുള്ളൂ നമ്മുടെ സംസ്കാരം. അമേരിക്ക ആണെങ്കിൽ ഓക്കെയാ, നമ്മുടെ ഇവിടുത്തെ രീതിയിൽ അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വന്നാൽ പുരുഷന് തന്നെയാണ് കൂടുതൽ ഒരു സംരക്ഷണം കൊടുക്കാൻ പറ്റണം, കെയർ കൊടുക്കാൻ പറ്റണം ഒക്കെ പുരുഷന് തന്നെയാണ്. ആ കെയറും സംരക്ഷണത്തിന് ഗ്യാരണ്ടി ഇല്ലാത്തൊരവസ്ഥയിൽ പുരുഷൻ പോകണമെങ്കിൽ ആ പുരുഷൻ ചെയ്യുന്ന തെറ്റാണെന്ന് അവന് തിരിച്ചറിയാത്തോളം കാലം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടായിരിക്കും. പക്ഷെ അവന്റെ തെറ്റ് തിരുത്തി അവനത് അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് സ്വയം തിരുത്തണം, പിന്നീട് ആവർത്തിക്കാത്ത രീതിയിലുള്ള തിരുത്തൽ വരും. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും വഴക്കിടണമല്ല പ്രശ്നം. അപ്പൊ ഇവിടെ സ്നേഹബന്ധം പിന്നീട് ജീവിതം തറക്കണ അവസരത്തിന് എങ്ങനെയാണ് പ്രണയബന്ധങ്ങൾ. ഇനിയിപ്പോ പ്രണയിക്കണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് കഴിച്ച ഒരാൾ, അവിടെ ഇത് തന്നെയാണ്. ഇപ്പൊ അമ്മായിയമ്മ ഒരു പ്രശ്നമാണ്, അവിടെ ഇരുകൂട്ടർക്കും പ്രശ്നം വരാത്തതിന് മാനേജ് ചെയ്യാൻ ആർക്ക് കഴിവിട്ടാണ്? ആർക്കുണ്ടാണ്? ഭർത്താവിനുണ്ടാണ്, ഇല്ലേ? ഭർത്താവിനുണ്ടാണ്. അതായത് പ്രണയിച്ച വിവാഹമാണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും തൻ്റെ ഭാര്യയ്ക്ക്, കാരണം ഭർത്താവ് 24 മണിക്കൂർ വീട്ടിലുണ്ടാവില്ല. ചിലപ്പോൾ ജോലിക്ക് പോകാത്ത ഭാര്യയാണെങ്കിൽ, ജോലിക്ക് പോകണമെങ്കിലും ചിലപ്പോൾ കൂടുതൽ സമയം പെണ്ണിനെ ആയിരിക്കും, ഭാര്യനെ ആയിരിക്കും. കാരണം ഇവർ കൂട്ടുകാരൊക്കെ അടിച്ച് കമ്പനി അടിക്കും. അപ്പൊ ചില സ്ത്രീകൾ എന്ത് ചെയ്യും, ചില അമ്മമാരെന്ത് ചെയ്യും, ഭർത്താവിന്റെ മുമ്പിൽ ഡീസന്റ് ആയിട്ട് കാണിക്കും, ഇല്ലേ? ഭർത്താവ് ഇല്ലാത്തപ്പോഴത്തേക്കും ടോർച്ച് പെരുമാറ്റം മോശമായിരിക്കും. ഒരു പരിധിവരെ സ്ത്രീകൾ ക്ഷമിച്ചു പോണ രീതിയുണ്ട്. അപ്പൊ ഇത് സഹിച്ച് കൂടുതൽ പ്രശ്നവും. അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ ഭർത്താവ് തന്നെ മുൻകൈ എടുക്കണം. അമ്മമാര് പെണ്ണുങ്ങളെ പീഡിപ്പിക്കണ രീതിയിൽ ആദ്യം തീരുമാനിക്കണം. എനിക്ക് ഭാര്യയും കുടുംബവും, അച്ഛനും അമ്മയും ഭാര്യയും തുല്യ പ്രാധാന്യം കൊടുക്കണം. അതായത് ഞാനൊക്കെ ചെയ്തിരുന്ന വെച്ചാൽ ഇങ്ങനെയാണ്. എന്റെയൊക്കെ ഇപ്പൊ ഈ വീഡിയോ എന്റെ അമ്മയും കാണും. ഞാൻ അങ്ങോട്ട് ചോദിക്കും, എന്റെ മദറിന്റെ ഭാഗത്ത് നിനക്ക് വിഷമം കൊണ്ടാണെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് പറയും. അപ്പൊ ഞാനത് പരിശോധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കണം. അമ്മക്കും കുഴപ്പമുണ്ടായിരുന്നു. അപ്പൊ നമ്മ കയറി ഇടപെടുമ്പോൾ നമുക്കൊരു പേടിയുണ്ടാവും. നമ്മ കയറി ഇടപെടണ രീതി വരുമ്പോൾ അങ്ങനെ ഒരു ഫീർ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ പല അമ്മായിമാരും കാരണം പല പെൺകുട്ടികളും ആത്മഹത്യയുടെ അവസ്ഥ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ പ്രണയത്തിന്റെ പേരിലും സ്നേഹത്തിന്റെ പേരിലും ആത്മഹത്യകൾ നടക്കുന്ന അവസ്ഥ എത്തുമ്പോ അങ്ങനെ എത്ര പേരുടെ ജീവിതത്തിനെ അത് ബാധിക്കണം? അച്ഛന്റെ അമ്മയുടെയും ജീവിതം, ഇല്ലേ? ആ പെൺകൊച്ചിനൊരു അനിയത്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതം, അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിനൊക്കെ ഇത് ബാധിക്കും. കാര്യങ്ങളിലാണ് ഇപ്പൊ അടുത്ത് നടന്ന ആത്മഹത്യകള് പലതും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വന്ന പ്രശ്നം പുറമെ അത് അവരുടെ കുടുംബത്തിൽ പോലും അറിയാൻ പാടില്ല എന്ന രീതിയിൽ ഈ പെൺകുട്ടികൾ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് ഇവർക്ക് പിന്നെ വേറെ രക്ഷയില്ല. അതെ അതെ. പിന്നെ മുന്നോട്ട് പോവാനുള്ള ഒരവസ്ഥയില്ലാതെ വന്ന അതാണ് പിന്നെ ഇങ്ങനെയൊരു അവസ്ഥയിൽ. തീർച്ചയായിട്ടും അങ്ങനെ വേണം. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളുടെ അടുത്ത് ഇപ്പൊ ഇങ്ങനെ പ്രണയിച്ച് പോണ പെണ്ണുങ്ങളാണെങ്കിലും അല്ലാത്താണെങ്കിലും ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ രീതിയിലോട്ട് പോകരുത്. ഇത് മാതാപിതാക്കളുടെ അടുത്ത് അറിയിക്കണമെന്നുള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അറിയിച്ചിട്ട് അവരുടെ തീരുമാനം എന്താണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു കുഞ്ഞൊക്കെ ഉള്ള അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും ചിലപ്പോൾ ആ ബന്ധം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞിൻ്റെയും കൂടി. പക്ഷെ എന്നാലും ഒട്ടും പറ്റാത്ത രീതിയാണെങ്കിൽ ആ ആളായിട്ടുള്ള കണക്ഷൻ പോകാണ്ടിരിക്കണതിൻ്റെ നല്ലത്. പക്ഷെ മാറ്റം വരണം, സ്വയം തെറ്റുകൾ തിരുത്തിയിട്ട് മാറ്റം വരണം. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് പോണ രീതിയാണെങ്കിൽ ആ ബന്ധം മുന്നോട്ട് പോകണ്ടിരിക്കണല്ലോ. അത് അവര് തീരുമാനിക്കണ. മനസ്സിലായി? ഇവിടെ ഞാൻ പറയട്ടെ, ഇപ്പൊ മാതാപിതാക്കൾ എന്ത് പറയും, മോളെ അതൊക്കെ എല്ലാ ജീവിതത്തിലും ഉണ്ടാവും, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയും. ഇത് ഡേഞ്ചറാ, കാരണം അനുഭവിക്കണവരാ, ഇല്ലേ? അപ്പൊ ഒരിക്കലും അങ്ങനെ പറയരുത്. പക്ഷെ ഇവര് തന്നെ തീരുമാനം എടുക്കണം. വേണ്ടാന്നുള്ളതാകുമ്പോ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകണമെന്നല്ലേ ആ ഒരു പെൺകൊച്ചിനെ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യണം, ഇല്ലേ? ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകണമെന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ കൂടുതൽ സംഭവിക്കുന്നത് ഈ പ്രണയബന്ധത്തിലേക്കുമ്പോൾ ഇവർ വഴക്കടിക്കുമ്പോൾ പോയി മദ്യപിക്കുന്ന രീതിയാണ് ഇന്നത്തെ തലമുറക്കുണ്ട്. മനസ്സിലായി? അവർ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാണ് രീതി വരും. ഇത് ബാലൻസ് ചെയ്യാൻ ഭാര്യയായിട്ടുള്ള തല്ലുപിടുത്തം വരുമ്പോൾ അവർക്കുള്ളത് എന്താ? കമ്പനി. ഭാര്യക്ക് കമ്പനി ഉണ്ടാവില്ല, വീട്ടിലിരിക്കണം. ഭർത്താവിന് നിരവധി കമ്പനികൾ ഉണ്ടാവും. ഈ കമ്പനി ചെന്ന് പെട്ട് കഴിയുമ്പോൾ ഇവന് സ്മോൾ അടിക്കുന്ന രീതി വരും. സ്മോൾ അടിച്ച് കഴിയുമ്പോൾ എന്താ പറ്റണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവന്റെ നിയന്ത്രണത്തിലല്ല, ഇവൻ ചെയ്യണത് എന്താണെന്ന് അവന് പോലും അറിയില്ലാത്ത രീതിയിലാവും. പക്ഷെ ഈ പെണ്ണത് അനുഭവിക്കണം. പക്ഷെ ഇത് റിപ്പീറ്റ് ചെയ്ത് അനുഭവിക്കുമ്പോൾ ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, ഇതൊക്കെ സഹിച്ച് മൂലൊക്കെ ഇങ്ങനെ ജീവിതം കഴിക്കും. എങ്ങനെയാണെന്ന് അറിയാം, ഒരു ഏജ് കഴിയുമ്പോൾ, ഒരു 35-40 വയസ്സ് കഴിയുമ്പോൾ അവർ മക്കളും വലുതായപ്പോൾ അവർ ഇങ്ങനെ സഹിച്ച് മൂലൊക്കെ ഇങ്ങനെ ജീവിതം അങ്ങനെ ജീവിച്ചു മരിക്കും. പക്ഷെ വളരെ റയറായിട്ട് വളരെ 25-30 വയസ്സിനിടയിലൊക്കെ ഇതൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇനിയും ജീവിതം കിടക്കണയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്റ്റേൺ ആവുക. കാരണം കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഒരാൾ ഈ ഭൂമിയിൽ സക്സസ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അത് പെണ്ണായാലും ആണായാലും. പക്ഷെ നമ്മുടെ സമൂഹം അതിന് സമ്മതിക്കില്ലല്ലോ. സമൂഹം സമ്മതിക്കണ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇന്ത്യ മാത്രമല്ല, കേരളം മാത്രമല്ല, നമ്മുടെ മൈൻഡ് സെറ്റാ. നമ്മൾ സമൂഹത്തെ ഇന്നിപ്പോ രഹന പറഞ്ഞില്ല സമൂഹം സമ്മതിക്കണത്.
എത്രയോ സ്ത്രീകൾ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആയിട്ട് ജീവിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡിവോഴ്സ് അല്ലാണ്ടാണെങ്കിലും ഭർത്താവിൽ നിന്ന് പിരിഞ്ഞിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഒറ്റയ്ക്ക് കല്യാണം കഴിക്കാണ്ട് സക്സസ്ഫുൾ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് റയറാ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ പകുതി മുക്കാലും ഇനിയിപ്പോ കല്യാണം വേണ്ടാന്ന് പറയുന്ന രീതി തന്നെ. ഇവിടെ എന്താ പറയാ, ഇവിടെ സമൂഹമല്ല, മൈൻഡ് സെറ്റ്. നമ്മൾ എന്താ തീരുമാനിക്കണം അതാണ് നമ്മളിൽ കൊണ്ടുപോകണം. മനസ്സിലായോ? നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അത് റിസൾട്ട് ഉണ്ടാകും. അപ്പൊ ഇവിടെ ഇത്രേ ഉള്ളൂ. ഏതൊരു മനുഷ്യനും അവനവന്റെ കുറവുകളും തെറ്റുകളും എന്താണെന്ന് തിരിച്ചറിഞ്ഞോടത്തോളം കാലം ആ ഒരു ബന്ധം, അതായത് ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഇത് തന്നെ പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. വളരെ റയറായിട്ട് പെണ്ണിന്റെ ഭാഗത്തുണ്ടാവും. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ പ്രണയബന്ധത്തിന്റെ പേരിലും അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിന്റെ പേരിലും ഒക്കെ ഏറ്റവും കൂടുതൽ ആത്മഹത്യകളും അല്ലെങ്കിൽ പീഡനങ്ങളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ച് പബ്ലിക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് സഹിച്ച് മരണങ്ങൾ ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ്. സ്ത്രീകളാണ് ഇതിന്റെ സൈഡ് എഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വിവാഹ ബന്ധത്തിൽ പോകുമ്പോൾ. അത് പ്രണയിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കൂടുതലും വിവാഹം കഴിഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന ചിന്തയാണ് കൂടുതലും. അതായത് തുടക്കം തൊട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോയാൽ ഒരു പ്രശ്നമില്ല. തുടക്കം തൊട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ചെറിയ ഭാര്യഭർത്ത ബന്ധത്തിൽ ചെറിയ തല്ലുപിടുത്തം ആ തല്ലുപിടുത്തമല്ല, അതിനപ്പുറത്തേക്കുള്ളൊരു തല്ലുപിടുത്തം പ്രണയിക്കണവർ ചിന്തിക്കണത് ഞങ്ങൾ പ്രണയിച്ച് എന്റെ ഇഷ്ടത്തിന് പോകുന്നതല്ലേ. അപ്പൊ വീട്ടുകാര് ചെന്ന് പറയുമ്പോഴത്തേക്ക് നിന്റെ ഇതുകൊണ്ടായില്ലേ എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. ചെയ്തവരില് സ്ത്രീകളിലും മാനസികമായിട്ട് നല്ല വ്യത്യാസം, നോർമൽ അറേഞ്ച് മാരേജ് കഴിഞ്ഞവരിലേക്കാണ് മാനസികമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇവരെപ്പോഴും ടെൻഷൻ ഈ ഒരു നമ്മളായിട്ട് തെരഞ്ഞെടുത്തല്ലേ എന്ന് പറയും അല്ലേ. അപ്പൊ ഇവിടെ അതാണ് ഞാൻ പറയാം, ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ട് മാതാപിതാക്കള് അയ്യോ എന്ന് പറയണത് നല്ലതല്ലേ. അങ്ങനെ നീ തിരഞ്ഞെടുത്തല്ലേ, നിനക്ക് നീ ചെയ്തതിന്റെ നീ അനുഭവിക്കണെന്ന് പറയണ ഡയലോഗ് പറയാണ്ട് സംഭവം തെറ്റുപറ്റിപ്പോയി. ഞാൻ പറയണ ഒരാളും ഈ ഭൂമിയിൽ ഒരിക്കലും മരിക്കാത്ത മനുഷ്യരായിട്ട് ജീവിക്കണില്ല. നമ്മളെ കുട്ടി ഒരു അഭിപ്രായം പറഞ്ഞാൽ പേരൻസ് തീർച്ചയായും അന്വേഷിക്കണം ആ പറയുന്ന ഭാഗത്ത് എന്താണ് ശരി. അതാണ് ചെയ്യേണ്ടത്. കാരണം അവർക്ക് തെറ്റുപറ്റി, ശരി, അവരിഷ്ടപ്പെട്ടതാണ്, അവരിഷ്ടപ്പെട്ടു പോയതാ, ചിലപ്പോൾ കൊള്ളാത്ത ആളായിരിക്കാം. പക്ഷെ എന്തായിക്കോട്ടെ, പക്ഷെ ആ ഒരു കുട്ടി ഇതൊന്നും ആരും ഉൾക്കൊള്ളില്ല, സപ്പോർട്ട് ചെയ്യാണ്ട് വരുമ്പോ അവർ ആത്മഹത്യ ചെയ്ത് കളഞ്ഞ ജീവിതം. ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ അയ്യോ പത്തോന്ന് പറഞ്ഞ മാതാപിതാക്കൾ കരഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ പാരന്റ്സും നല്ല കറക്റ്റ് ആണെങ്കിൽ ലവ് മാരേജ് ഈ അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് കുറയുന്നുണ്ട്. ഇല്ല, അതില് കഥയില്ല. കാരണം എന്താണെന്നറിയാം, പേരൻസ് നല്ലതാണെങ്കിലും കുട്ടികൾ ലവ് മാരേജ് പോകുന്നത്തെ തലമുറ അങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിലും അത് പേരൻസിന് അവര് എങ്ങനെയായാലും അറിയിച്ചുകൊണ്ട് പോണ രീതി കുറെയൊക്കെ ഉണ്ട്, കുറെയൊക്കെ അല്ലാത്ത രീതിയുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ കുറെയൊക്കെ തന്നെ ഇന്ന് നമ്മളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ ഇത് വരുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു ആദ്യം ഉണ്ട് മാതാപിതാക്കൾക്ക്. ഇങ്ങനെ പ്രണയത്തിൽ പോയി ചാടണ എല്ലാം ദുരന്തങ്ങളായിരിക്കും. കാരണം ഇവർക്ക് ജഡ്ജ് ചെയ്യാനുള്ള കഴിവില്ല. അതേസമയം ചില പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു ഏജ് വരെ അങ്ങനെ പ്രണയിച്ചു പോയിട്ട് നല്ല പക്വതയിലോട്ടാകുമ്പോൾ അവർ അതൊന്നും എടുക്കൂല. ഞാനതാ പറഞ്ഞ, പ്രണയിച്ചോ, പക്ഷെ കല്യാണം കഴിക്കണം. പ്രശ്നം കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ അത്രയും ജഡ്ജ് ചെയ്യണം. അപ്പൊ അതിന് ടൈം എടുക്കണം. മനസ്സിലായി? പ്രണയിച്ച ആൾക്കാർ 18 വയസ്സാകാൻ കാത്തിരിക്കണേ കല്യാണം കഴിക്കാൻ, ഒളിച്ചോടി പോവാൻ അല്ലേ. ഞാൻ 25 വയസ്സ് വരെ പ്രണയിക്കും. 25 വയസ്സ് പ്രണയിച്ചിട്ട് ആ ബന്ധം ജഡ്ജി അതിനുള്ളിൽ അവൻ പോകണമെങ്കിൽ അവനെ കെട്ടാൻ പറ്റില്ലല്ലോ, അവള് പോകണമെങ്കിൽ അവളെയും കെട്ടാൻ പറ്റില്ല. ആണോ? ഞാൻ പറയണ മരിക്കണേലും നല്ലത് ആത്മഹത്യ ചെയ്ത് ജീവിതം ഇല്ലാണ്ടായി പോണേലും നല്ലത് അടിച്ച് ഡിവോഴ്സിൽ പോണ അവസ്ഥയിൽ അത്രയും നല്ലതാണ്. പ്രണയിച്ചോ 25 വയസ്സായിട്ട് കെട്ടണമായിരിക്കും നല്ലത്. ഞാനിത് എന്റെ അഭിപ്രായം പറയണം. പക്ഷെ ഈ അഭിപ്രായം നമ്മുടെ പ്രേക്ഷകർ കണ്ടാലും അത് ആണെന്നേ പറയുള്ളൂ. കാരണം ഒരു മെച്ചൂരിറ്റി വരും. ആ മെച്ചൂരിറ്റി വരുമ്പോ പെണ്ണും ചിന്തിക്കും ആണും ചിന്തിക്കും ഇവിടെ എനിക്ക് പറ്റിയതാണോ അല്ലേ എന്നുള്ളത്. മനസ്സിലായോ? ഇന്നങ്ങനെയല്ല. 18-20 വയസ്സാണുള്ള ഒരു പ്രണയിക്കുന്ന ഒളിച്ചോടി പോകുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ നിയമം എന്താ, ഇന്നപോലെ നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാന്നുള്ളതിൽ അവർ പോകുന്നു. അവസാനം അവർ ജീവിച്ച് കുറെ കഴിയുമ്പോൾ 5-6 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇത് പിരിയേണ്ട അവസ്ഥ വരുമ്പോൾ ആരുണ്ടാവും കൂടെ ആരുണ്ടാവും? പേരൻസ് ഉണ്ടാവും. പേരൻസ് അപ്പോഴും ഉണ്ടാവും. പേരൻസ് സപ്പോർട്ട് ചെയ്യാനുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രണയത്തിലെ പിന്നെ ഇത്രേ ഉള്ളൂ, മരിക്കേണ്ട അവസ്ഥയിൽ എത്രയും നല്ലത് ഇത് തുറന്നു പറഞ്ഞിട്ട് ഭീകര പ്രശ്നങ്ങളാണ് ഞാൻ പറയണം. ഈ ഡ്രഗ്സിന്റെ അടിമ അങ്ങനെയുള്ള അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ അടിമയൊക്കെ ആയിട്ട് എപ്പോഴും ടോർച്ചറിങ്ങും ഇതിലൊക്കെ കേട്ട് നമ്മൾ അത്രയും സഹിക്കുന്ന അവസ്ഥയിൽ പോവാണ്ട് മരണത്തിന്റെ വക്കിലെത്തുന്ന അവസ്ഥ വരാണ്ട് നമ്മൾ നോക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ പോകാണ്ടിരിക്കാൻ ചെയ്യണത്. നിങ്ങൾ പ്രണയിച്ചോ, പ്രണയം ഒരിക്കലും തെറ്റൊന്നുമല്ല. പക്ഷെ പ്രണയം വർഷങ്ങളോളം ജഡ്ജ് ചെയ്യണം. അത് 18 വയസ്സിൽ തുടങ്ങിയ പ്രണയം, 16 വയസ്സിൽ തുടങ്ങിയ പ്രണയം, ആ പ്രണയത്തിന് ഞാൻ പറഞ്ഞ ഒരു 7 കൊല്ലത്തെ ആയുസെങ്കിലും വേണം. 25 വയസ്സാകുമ്പോൾ മെച്ചൂരിറ്റി ആവും. പെൺകുട്ടികൾക്ക് ഉറപ്പാണ്. ആൺകുട്ടികൾക്ക് ഒരുമാതിരി മെച്ചൂരിറ്റി ആവും. ആ മെച്ചൂരിറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഞങ്ങൾക്ക് കല്യാണം കഴിച്ചുള്ള ജീവിതം വേണോ വേണ്ടത്. അതുവരെ നിയന്ത്രണത്തിലുള്ള പ്രണയം അതായിരിക്കും ബെറ്റർ. അത്ര നിർബന്ധമാണെങ്കിൽ ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് വന്ന കക്ഷി ഞാൻ പറയില്ലേ 7 വർഷം പ്രണയിച്ച്. അപ്പൊ ഇപ്പൊ കണ്ട അതല്ലെങ്കിൽ അവരില്ലേ അവര് ചിലപ്പോൾ ഒരു 7 വർഷം പോകണം 3 കൊല്ലം കൊണ്ടാണ് കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചു, ഉറപ്പായിട്ട് ഡിവോഴ്സ് ചെയ്തിരിക്കും.
ചിലപ്പോൾ കുട്ടികളും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ആർക്കൊക്കെ ബാധിച്ചു? കുഞ്ഞിനെ ബാധിച്ചു, ബാധിച്ചു. രണ്ടുപേർക്കും ബാധിച്ചു, മാതാപിതാക്കൾക്കും ബാധിച്ചു. ഇതിപ്പോൾ ഡിവോഴ്സ് ചെയ്തില്ല, അല്ലാണ്ട് പിരിച്ചാലും ഇത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതുപോലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 100%, അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുള്ള ഒരാളാണെങ്കിൽ അവൻ ഒരിക്കലും കുടുംബജീവിതം കഴിക്കാൻ അർഹനല്ല. മദ്യപിച്ച് ഞാനിപ്പോഴും പറയും, മദ്യപാനം ഹാബിറ്റാക്കാൻ. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എവിടെ ചെന്ന് ആഴ്ചയിൽ ഒരു ദിവസം അടിക്കുന്നുണ്ട്, അത് പ്രായം കൂടുന്തോറും അത് വഷളായിക്കൊണ്ടിരിക്കുള്ളൂ. മദ്യപിക്കണ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സംസ്കാരം മദ്യപിച്ച് ഭയങ്കര ഓവറാണ്, ലിമിറ്റേഷൻ ഇല്ല. അതേസമയം മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട്. ആ മദ്യപിച്ചിന്റെ പേരിൽ അവരൊരിക്കലും ഭാര്യനെ ടോർച്ചർ ചെയ്യേ, ഭാര്യയായിട്ട് കുതിര കയറി പ്രശ്നം ഉണ്ടാക്കി ചെയ്യൂല. ചിലവർ പറയില്ലേ മദ്യപിച്ച് കഴിഞ്ഞാൽ വളരെ സൈലന്റാണ്, മദ്യപിച്ച് കഴിഞ്ഞാലാണ് ആൾ കുറെ കൂടെ നല്ലതാണെന്ന് പറയും ചിലവർ. അപ്പൊ മദ്യപിക്കേണ്ടെന്ന് ഞാൻ പറയില്ല, ചെറുതായിട്ട്. എന്നെ സംബന്ധിച്ച് ഞാനത് പ്രോത്സാഹിപ്പിക്കൂല. മദ്യപാനം ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കൂല. ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മാത്രമല്ല, അത് ജീവിതം തകർക്കണ സാധനവും. അത്രയും നമ്മളുടെ നാഡീനമ്മളിൽ ബാധിച്ചിട്ട് ആ ജീവിതത്തിലുള്ള ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങളിലൊക്കെ നേടാനൊക്കെ തടസ്സം തന്നെയാണ്. പക്ഷെ എന്നാലും ഈ കൂടുതലും മദ്യപിക്കുന്ന ആൾക്കാർ അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത അവസ്ഥയിൽ പോകും. അപ്പൊ അവർ ചെയ്യണം എന്താണെന്നും പറയണം എന്താണെന്നും പ്രവർത്തിക്കണം എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ആ രീതി വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉടനീളം അത് ഭാവിയിൽ ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മദ്യപിക്കുന്ന ഒരാള്, ഹാബിറ്റുള്ള ഒരാള് ശരിക്കും ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അർഹനല്ലെന്ന് ഞാൻ പറയുള്ളൂ. ഹാബിറ്റുള്ളവർ, ഹാബിറ്റ് എന്ന് പറയുമ്പോൾ അയാൾ അതിന് അടിമയാണ്. അങ്ങനെയുള്ള ആൾക്കാർ പ്രശ്നമാണ്. പിന്നെന്താ, ചിലവർ അടിമയായിരിക്കൂല, വല്ലപ്പോഴും അടിക്കുള്ളൂ. പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ തലവേദനയാണ്. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യനെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ തെറി പറയും, അല്ലെങ്കിൽ അവൻ എന്താ ചെയ്യണമെന്ന് അവന് ബോധം ഉണ്ടാവില്ല. മൊത്തം പ്രശ്നമാണ്. ഭാര്യനൊക്കെ അറിയിപ്പിക്കുന്നു, കൊച്ചിനൊക്കെ അറിയിപ്പിക്കുന്നു, ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അതേസമയം മദ്യപിക്കണവരേനും ഉത്തരവാദിത്തമുള്ളവരുണ്ട്, എനിക്കറിയാം. മദ്യപിച്ചിട്ടുണ്ടെങ്കിലും ഭാര്യനും കുഞ്ഞിനും കഴിഞ്ഞിട്ട് വേറെ ഉണ്ടാവുള്ളൂ. മദ്യപിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ ഭയങ്കര കെയർ ചെയ്യും. പക്ഷെ മദ്യപിക്കണോടി ഭാര്യനും കുഞ്ഞിനുള്ള കെയറിങ് നഷ്ടപ്പെട്ടു. അങ്ങനത്തെ ആൾക്കാർ വിവാഹം കഴിക്കാണ്ടിരിക്കണമല്ലോ. അപ്പൊ സ്നേഹബന്ധം എല്ലാം കറക്റ്റ് ബാലൻസിങ് ആണെങ്കിൽ മാത്രമേ ആ സ്നേഹത്തിന്റെ റിയൽ സ്നേഹം എന്ന് പറയാൻ പറ്റുള്ളൂ. അത് അമിതമായാലും ആപത്താണ്, അതില്ലാണ്ട് വന്നാലും ആപത്താണ്, സ്വാർത്ഥത വന്നാലും ആപത്താണ്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള റൂട്ടിലൊക്കെ പോകുമ്പോൾ സ്നേഹബന്ധം ജീവിതം തകർക്കണ അവസരത്തിൽ ഇല്ലേ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? എന്താണ് വല്ല പറയണ്ട? അല്ല, രണ്ട് വ്യക്തികളാണ് നമ്മള്, നീയായി ഞാൻ ഞാനായി ഒപ്പം ജീവിക്കാന്നുള്ളതാണെങ്കിൽ പരസ്പരം മനസ്സിലാക്കി, അതും ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അയാളിൽ എന്തെല്ലാം കുറവുകളുണ്ട് അതെല്ലാം, അതായത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, പരസ്പരം ബഹുമാനിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. കുറവുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ കുറവുകളേക്കാൾ കൂടുതൽ നന്മയുണ്ടാവും. പക്ഷെ ഇവിടെ ഇതാണ് പറഞ്ഞത്, തല്ലുപിടിച്ച് വഷളായി മദ്യത്തിന്റെ അടിമയായി മദ്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ, മയക്കുമരുന്ന് മദ്യമൊക്കെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രശ്നമില്ല. ബാക്കിയെല്ലാം നമുക്ക് കുറെ പരിഹരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില്ലനാണത് മദ്യം മയക്കുമരുന്ന്. ബാക്കി എല്ലാ ആൾക്കാരും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. മറ്റേ നോർമൽ അല്ലാത്ത ഒരാളോട് എന്ത് പറഞ്ഞാൽ മനസ്സിലാവും ഇല്ലേ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ഒരിക്കലും ഇതൊരു ഫുൾഫില്ലിങ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക് അല്ലേ, മനസ്സിലായി. നമുക്ക് ഒരിക്കലും പറഞ്ഞ് അവസാനിപ്പിക്കാൻ ടോപ്പിക്, ഇത് എക്സ്പീരിയൻസ് ആണ് പോലെ. നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകാമോ എന്ന് സ്വയം പഠിച്ചിട്ട് മാത്രം അതൊരു വിവാഹ ജീവിതത്തിലേക്ക് വരാൻ പാടുള്ളൂ. എനിക്ക് നിരവധി ആൾക്കാരുടെ എക്സ്പീരിയൻസ് അറിയാം. പ്രണയം വേറെ, വിവാഹം ജീവിതം വേറെ. പ്രണയിച്ച ആൾക്കാർ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നന്നായിട്ട് സ്റ്റഡി ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ മരണം കൊണ്ട് പിരിയേണ്ടി വരും, അതല്ലെങ്കിൽ മരണം കൊണ്ട് പിരിയേണ്ടി വരും, അല്ലെങ്കിൽ ഡിവോഴ്സിൽ പിരിയേണ്ടി വരും, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അത് നീക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, സ്നേഹം കറക്റ്റ് ട്രാക്കിലല്ല എങ്കിൽ അതെല്ലാം ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ ഉണ്ടാക്കും. അതാണ് സ്നേഹം ജീവിതം തകർക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഇതുപോലെയുള്ള ഒത്തിരി അറിവുകളുമായിട്ട് ബെന്നി സാറുമായിട്ട് ഇനിയും പുതിയ വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.